വിവാദം ഉണ്ടായിരുന്നു, അച്ഛൻ സിനിമ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെയല്ലാന്നൊക്കെ. വിവാദം ഒന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് എനിക്കറിയില്ല ഇത് ആരാണ് ഇങ്ങനത്തെ കഥകൾ ഇറക്കുന്നതെന്നുള്ളത്. അതുപോലെ അത് പക്ഷെ അതങ്ങ് ആ ന്യൂസ് അങ്ങ് ഭയങ്കര വൈറലായി എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ പ്രിയത്തിന്റെ പ്രൊഡ്യൂസറിന്റെ പേരിൽ ഒരു നായറുണ്ട്, എന്റെ പേരിന്റെ അറ്റത്തും ഒരു നായറുണ്ട്. അപ്പൊ ആരോ ഉണ്ടാക്കിയ കഥയാണത്. പ്രൊഡ്യൂസർ കെ നായർ സാറുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. പുള്ളി ഒരു കൊല്ലത്തുകാരനായിരുന്നു. എന്താണ്, എന്റെ അച്ഛനാണെങ്കിൽ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ പക്ഷെ ആ കഥ അങ്ങ് ആരുണ്ടാക്കിയ കഥയാണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് വൈറലായി. എന്നിട്ട് എല്ലാരും കുറെ പേര് എന്റെ അച്ഛനെ അമ്മയെ അറിയാവുന്ന ആൾക്കാർ പോലും അവരുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഓ നിങ്ങളാണോ പ്രിയം പ്രൊഡ്യൂസ് ചെയ്തതെന്ന്. അത്രയ്ക്ക് അത് സ്പ്രെഡായി. എങ്ങനെയാണ് സിനിമയിലേക്ക് ശരിക്കും വന്നത് പ്രിയത്തില്? അത് വിപിൻ മോഹൻ അങ്കിൾ വഴിയാണ്. എന്റെ പ്രിയത്തിന്റെ സിനിമാറ്റോഗ്രാഫർ വിപിൻ മോഹൻ അങ്കിളായിരുന്നു. അപ്പൊ വിപിൻ മോഹൻ അങ്കിളും ഗിരിജാന്റിയും ഒരു ദിവസം വീട്ടിൽ വന്ന് ചോദിക്കുകയാണ് ചെയ്തത്, ഇങ്ങനെ ഒരു പുതിയ സിനിമയുണ്ട് ചാക്കോച്ചന്റെ, അപ്പൊ അതില് ഒരു പുതുമുഖ നായികയെ നോക്കാണ്, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവര് വന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹലക്ഷ്മിയിൽ എന്റെ ഒരു മുഖചിത്രം വന്നിരുന്നു. അപ്പൊ അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു, ഒരു മിസ് ഫോട്ടോജനിക് എന്നോ അങ്ങനെ എന്തോ ഒരു ഫോട്ടോജനിക് കോമ്പറ്റീഷൻ എങ്ങാണ്ടായിരുന്നു. അപ്പൊ അതിലത്തെ പ്രൈസ് കിട്ടിയതായിരുന്നു. അങ്ങനെയാണ് മുഖചിത്രം വന്നത് ഗൃഹലക്ഷ്മിയില്. അപ്പൊ അതിലെ ജഡ്ജ്, വൺ ഓഫ് ദ ജഡ്ജസ് ഈ മോഹൻ അങ്കിളായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ പ്രിയത്തിലേക്ക് വരുന്നത്. പിന്നെന്തുകൊണ്ടാണ് മലയാള സിനിമ എന്നെ ചൂസ് ചെയ്യാണ്ടിരുന്നത്? അതങ്ങനെ സംഭവിച്ചതാണ്. അത് മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല. പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചു. ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയത്തിന്റെ സമയത്ത്. അപ്പൊ പഠിത്തം കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ചപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫേഴ്സ് ഒന്നും വന്നില്ല. ഇപ്പൊ പുറത്താണ് സെറ്റിൽ ആയത്? ഇന്ത്യക്ക് പുറത്താണ് സെറ്റിൽ ചെയ്തത്? അതെ, ഇപ്പൊ ഓസ്ട്രേലിയയിലാണ്. ഫാമിലിയൊക്കെ അവിടെ മെൽബണിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. ഇപ്പം കുറെ വർഷം, ഇപ്പൊ അവിടെ 23 വർഷമായിരുന്നു. പൊങ്കാലയ്ക്ക് വേണ്ടി വന്നാണല്ലേ? പൊങ്കാലയ്ക്ക് വേണ്ടി വന്ന. പൊങ്കാലയുടെ ഒരു ഫീല് തന്നെ വേറെ ഒന്നിലും കിട്ടാത്തൊരു ഫീലാണ് പൊങ്കാലയ്ക്ക്. ആഗ്രഹങ്ങളൊക്കെ സഫലമായോ? ആഗ്രഹങ്ങളൊക്കെ സഫലമായിട്ടുണ്ടോ? ആഗ്രഹങ്ങൾ സഫലമായി. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചല്ല, ഓൺഗോയിങ് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം മെയിൻലി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്.